ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കുറച്ച് ചേന നട്ടാലെന്ന്. മനസ്സിലോടി ആദ്യം വന്ന് ഗജേന്ദ്രൻ ചേനയാണ്. അങ്ങനെ റുബീന ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഗജേന്ദ്രൻ ചേന മേടിച്ചു. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മൾ ചെത്തുമ്പോഴോ കറിക്ക് അരിയുമ്പോഴോ ഒന്നും വലിയ ചൊറിച്ചിൽ കാണത്തില്ല നമ്മുടെ കൈക്ക്. പിന്നെ വിളവ് ഇരട്ടിയാണ്, നല്ല ടേസ്റ്റാണ് ഈ ചേനയ്ക്ക് മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അങ്ങനെ കട്ട് ചെയ്ത് ചേന നമ്മൾ സ്യൂഡോമോണസ് കലക്കി ചാണകത്തിൽ മുക്കി ഒന്ന് ഉണക്കി നടാനായി വെച്ചു. ചേന കൃഷിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എങ്കിലും ഉള്ള അറിവുകൾ വെച്ച് ഒരു തട്ടിക്കൂട്ട് കൃഷി അങ്ങോട്ട് ചെയ്തു. വലിയ കുഴിയൊന്നും എടുക്കാതെ ഒരു ചെറിയ കുഴിയെടുത്ത് അതിലൽപ്പം ചാരോ ഡോളമൈറ്റും ചേർത്തു. പിന്നെ ചേന നടാൻ നേരം ഇതിൻ്റെ പൂളി ഭാഗം നമ്മൾ വടക്ക് ദിക്ക് നോക്കിയാണ് വെച്ചത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വിളവ് കൂടുതൽ കിട്ടുമെന്നൊക്കെ പണ്ടൊക്കെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇവിടെ അങ്ങോട്ട് പ്രയോഗിച്ചു. ചേന വെച്ച് മണ്ണിട്ട് മൂടി പിന്നെ കോഴിക്കാഷ്ടവും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് വിതറി കാൽ വെച്ചിട്ട് പിന്നെ ഒന്ന് നല്ലതുപോലെ ചവിട്ടി ഉറപ്പിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വിളവ് ഇരട്ടി കിട്ടും എന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും ഇതൊക്കെ ഇവിടെ അങ്ങോട്ട് നമ്മൾ പ്രയോഗിച്ചു. പിന്നെ ഇതിനകത്തോണ്ട് മണ്ടയിലോട്ടൊക്കെ നല്ല മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ട് പിന്നെ കുറച്ച് കരിയില നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കരിയിലയൊക്കെ നമ്മൾ നല്ലതുപോലെ ഇട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് വെച്ചു. കാരണം ഇതിന് നല്ലതുപോലെ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കരിയിലേക്ക് ഇട്ട് മൂടി അങ്ങനെ അടുത്ത ചേനയും രണ്ടാമത്തെ ചേനയും അങ്ങനെ നട്ടു കേട്ടോ. അതിൻ്റെ വടക്ക് ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് വെച്ചത്. പിന്നെ വീണ്ടും മണ്ണിട്ടൊക്കെ ഇട്ട് മൂടി പിന്നെ വീണ്ടും കാലൊക്കെ വെച്ച് നല്ലതുപോലെ ചവിട്ടി ഉറപ്പിച്ച് കരിയിലയിട്ട് ഒന്നും കൂടി ഒന്ന് മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് കൊത്തി ഇളക്കി ഇട്ട് കൊടുത്തു കേട്ടോ. അവിടെ ആവശ്യത്തിന് മണ്ണില്ലായിരുന്നു, കുറച്ചും കൂടി ഒന്ന് കൊത്തി ഇളക്കി ഇട്ട് കൊടുത്തു. കരിയിലേക്ക് ഇട്ട് പിന്നെ നമ്മൾ അടുത്ത ചേന നമ്മൾ നട്ടത് ചാക്കിലാണ് കേട്ടോ. ഏതിനാണ് വിളവ് കൂടുതൽ കിട്ടുന്നതെന്ന് അറിയണമല്ലോ, ചുമ്മാ ഒരു രസം. അങ്ങനെ ചാക്കിലും ഒരു ഗജേന്ദ്രൻ ചേന സ്ഥാനം പിടിച്ചു വേണ്ട. അത് നല്ലതുപോലെ ചാക്കിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉറപ്പിച്ച് അവിടെയും നമ്മൾ എല്ലുപൊടിയും അതുപോലെ തന്നെ മറ്റുള്ള വളങ്ങളും ഒക്കെ ചേർത്ത് പിന്നെ വീണ്ടും കരിയിലേക്ക് വെച്ചു. ഇത് മൂന്നാമത്തെ ചേനയുടെ പീസാണ്. വീണ്ടും നമ്മൾ നാലാമത്തെ ചേന നട്ടു. അങ്ങനെ നമ്മുടെ ചേന പീസുകളെല്ലാം മണ്ണിലായി. ഇവിടെ നമ്മൾ 8 കിലോ തൂക്കം വരുന്ന ഗജേന്ദ്രൻ ചേനയാണ് കേട്ടോ മേടിച്ചത്. 2 വെച്ചാൽ 4 kg വിളവ് കിട്ടും. 4 kg വെച്ച് കഴിഞ്ഞാൽ 8 കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു പരീക്ഷണം ഞാനും ചെയ്തു. അങ്ങനെ എല്ലാം കേട്ടോ. നാലാമത്തെ പീസും നമ്മൾ വെച്ച് ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ ഇതിൻ്റെ പിന്നീടുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും ബൈ.